കാലാവസ്ഥ രൂക്ഷമായതിനു പിന്നാലെയാണ് കഴിഞ്ഞ ആഴ്ച ഷിജിൻ, ഗൗതം കൃഷ്ണ, ജോൺ എന്നീ മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതായത്. 8 ദിവസമായി 3 പേരെയും കാണാതായി. കാര്യക്ഷമം അല്ലാത്ത തിരച്ചിലിൽ പ്രതിഷേധിക്കുമ്പോഴും ഇന്നെങ്കിലും പ്രിയപ്പെട്ടവരെ കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കളും നാട്ടുകാരും. സർക്കാരിന്റെ ഭാഗത്തുനിന്നും നടപടി ഇല്ലാതിരുന്നതോടെ സ്വന്തം നിലക്ക് സ്കൂബ ഡൈവേഴ്സിനെ വെച്ച് തിരച്ചിൽ നടത്തുകയായിരുന്നു തങ്ങളെന്ന് ഷിജിന്റെ ഭാര്യ നേരത്തെ പറഞ്ഞിരുന്നു. ഷിജിന്റെ സുഹൃത്തുക്കളായ സ്കൂബ ഡൈവേഴ്സാണ് കടലിൽ സ്വന്തം നിലയ്ക്ക് തിരച്ചിൽ നടത്തിയത്. നീണ്ടകരയിലും വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഫിഷറീസ് വകുപ്പിന്റെ ബോട്ടുകളും സ്കൂബ ഡൈവിംഗ് സംഘവും നീണ്ടകരയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് ഷിജിന്റെ കുടുംബം. അഞ്ചുതെങ്ങിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ഷിജിനെ കാണാതായിട്ട് 8 ദിവസമായി. ഷിജിന്റെ ഭാര്യയും മക്കളും ഉൾപ്പെടെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഒരു ഉത്തരം ലഭിക്കുന്നതുവരെ തങ്ങൾ റോഡിൽ നിന്ന് മാറില്ലെന്നാണ് ഈ കുടുംബം പറയുന്നത്. ശക്തമായ മഴയിലും കുടുംബം റോഡിൽ തന്നെ കുത്തിയിരിക്കുകയായിരുന്നു. ഷിജിനെ കണ്ടെത്തുമെന്ന് വാക്ക് മാത്രം പോരാ, അത് നടപ്പാക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. തന്റെ ഭർത്താവിനെ കണ്ടെത്തുന്നതിനായി നടപടി ഉണ്ടാകുന്നവരെ കുഞ്ഞുങ്ങളുമായി റോഡിൽ തന്നെ ഇരിക്കുമെന്നാണ് ഷിജിന്റെ ഭാര്യ പ്രതികരിക്കുന്നത്. തങ്ങൾക്ക് അധികാരികളുടെ ഭാഗത്തു നിന്ന് കൃത്യമായ മറുപടി ലഭിക്കണമെന്നും ഇവർ ആവശ്യപ്പെടും. അതേസമയം കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി തിരച്ചിൽ നടക്കുന്നുണ്ട് എന്നാണ് സ്ഥലം MLA ആയ രമ്യ ഹരിദാസ് പ്രതികരിച്ചത്. കടൽ പ്രക്ഷുബ്ധമായതാണ് പ്രശ്നം. താൻ ഷിജിന്റെ കുടുംബത്തോട് ഉൾപ്പെടെ സംസാരിച്ചിരുന്നുവെന്നും രമ്യ ഹരിദാസ് പറയും. ഇതേപോലെ കാണാതായ ജോണിനെ കണ്ടെത്താനുള്ള തിരച്ചിൽ 8ാം ദിവസവും തുടരുന്നതിനിടെ രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമം അല്ലെന്ന ആരോപണവുമായി കുടുംബം രംഗത്ത് വന്നു. തിരച്ചിൽ തൃപ്തികരമല്ലെന്നും ബന്ധപ്പെട്ട വകുപ്പുകൾ സംയോജിതമായി ഇടപെട്ടിട്ടില്ലെന്നും ജോണിന്റെ മകളായ ജിജി ആരോപിക്കുന്നു. കളക്ടറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും നിരാശയാണ് ഉണ്ടായതെന്ന് ജിജി പറയുന്നു. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എഴുതി നൽകാനാണ് കളക്ടർ പറയുന്നത്. അത് എഴുതി നൽകേണ്ടത് ഞങ്ങളാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്തിനാണ് എന്നായിരുന്നു അവരുടെ ചോദ്യം. ഇതുവരെ നടന്ന തെരച്ചിൽ ഫലപ്രദമല്ലെന്നും 2 എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് വെറും 1.5 മണിക്കൂർ മാത്രമാണ് പരിശോധന നടത്തിയതെന്നും അവർ പറയുന്നു. അതേസമയം മുഖ്യമന്ത്രിയുടെ പരാമർശവും മത്സ്യത്തൊഴിലാളി സമൂഹത്തെ വേദനിപ്പിച്ചതായി ജിജി പ്രതികരിച്ചു. മുൻപ് തീരപ്രദേശത്ത് പോയപ്പോഴുള്ള അവസ്ഥ അറിയാമല്ലോ എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം ഒരു സമൂഹത്തെ മുഴുവൻ ആക്ഷേപിക്കുന്നതായി. അതിന് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും അവർ ആവശ്യപ്പെടും. തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് ചോദിക്കാൻ എല്ലാവരും എത്താറുണ്ടെന്നും ദുരന്ത സമയത്ത് അതേ പരിഗണന ലഭിക്കുന്നില്ലെന്നും ജിജി പറയുന്നു. അപകടം നടന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ ശക്തമായ രക്ഷാപ്രവർത്തനം ഉണ്ടായില്ലെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. മണിക്കൂറുകളോളം കടലിൽ ജീവൻ രക്ഷിക്കാൻ പൊരുതിയ ശേഷമാണ് മറ്റുള്ള മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെട്ടതെന്നും ഇത് രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ച വ്യക്തമാക്കുന്നതാണെന്നും ജിജി പറയുന്നു. ഫിഷറീസ് മന്ത്രിയോ മറ്റ് മന്ത്രിമാരോ ഇതുവരെ വീട്ടിലെത്തി ആശ്വസിപ്പിക്കുകയോ ഫോണിൽ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ലെന്നും കുടുംബം ആരോപിച്ചു. ഒരു മത്സ്യത്തൊഴിലാളി ആയതുകൊണ്ടാണോ തിരച്ചിലിൽ അലംഭാവം എന്ന് അദ്ദേഹത്തിന്റെ മകളും മകനും ചോദിക്കുകയാണ്. തങ്ങളുടെ അച്ഛന്റെ ജീവന് വിലയില്ലേ? എന്തുകൊണ്ട് ഊർജിതമായ തിരച്ചിൽ നടത്തുന്നില്ല എന്നാണ് ചോദ്യം. തീർച്ചയായും സർക്കാർ ഈ ചോദ്യം കേൾക്കേണ്ടതാണ്. അവരുടെ ആവശ്യം അടിയന്തരമായി പരിഗണിക്കുകയും ചെയ്യണം. തിരച്ചിൽ ഊർജിതമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ അടിയന്തരമായി തന്നെ സ്വീകരിക്കുകയാണ് വേണ്ടത്. ഇത് UDF സർക്കാരിന് എതിരായുള്ള ഒരു പ്രതിഷേധമായിട്ടല്ല കാണേണ്ടത്. അവരുടെ അച്ഛനെ കണ്ടെത്തണം എന്നാണ് അവർ അപേക്ഷിക്കുന്നത്. അത് ചെയ്യേണ്ടത് സർക്കാരും അധികാരികളും തന്നെയാണ്.